ഹയാൽ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. അങ്ങനെ ഗൗതം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇറക്കി വിട്ട സമയത്ത് നിങ്ങൾ എന്നെ തല്ലിയൊരു തല്ലുണ്ട്, ആ തല്ല് എന്തായാലും ഞാൻ നിങ്ങൾക്ക് തിരിച്ചങ്ങ് തല്ലാൻ പോകുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ സൂര്യൻ വരുന്നൊന്നും അത്ര പേടിക്കുന്നൊന്നുമില്ല. പിന്നെ രാധികയുടെ കാര്യം പറയണ്ടല്ലോ, അവർക്കൊന്നും അത് ആ ഒരു പറഞ്ഞ കാര്യമൊന്നും വലിയ സംഭവമായിട്ട് എടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇവർ വരെ കൂടെ തന്നെ കുറച്ച് ഗുണ്ടകളൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഗുണ്ടകൾ നേരെ ഇവരെ അങ്ങ് തല്ലി പെരുമാറാൻ പോകുകയാണ്. ഗുണ്ടകൾ നേരെ ചെന്നിട്ട് വരുണിനും സൂര്യനെയും അങ്ങ് തല്ലാൻ പോവുകയാണ്. അപ്പോൾ രാധിക അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവർ ഭയങ്കരമായിട്ട് അങ്ങ് തല്ലുകയാണ്. അപ്പം നമ്മുടെ സൂര്യൻ വരുണല്ല തിരിച്ച് നന്നായിട്ട് അവർക്കും അങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തല്ലിൻ്റെ ഇടയിൽ നമ്മുടെ ഗൗതം പോയിട്ട് ഈ രാധികനെ അങ്ങ് ആക്രമിക്കാൻ പോവാണ്. അപ്പം രാധിക നേരെ അവളുടെ ആ ഒരു ഷാൾ എടുത്തിട്ട് ഗൗതമിൻ്റെ കൈനെ ഒറ്റ കെട്ടങ്ങ് കിട്ടുകയാണ്. എന്നിട്ട് കെട്ടിയിട്ട് പിറകിലൂടെ അങ്ങനെ അവൻ്റെ കൈ അങ്ങ് വലിച്ചങ്ങ് അവനെ അങ്ങ് ലോക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് സംഭവത്തിൽ ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. കാരണം അത്രയും ധൈര്യം രാധികയ്ക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഈ ഗൗതമിനെ പോലെ ഒരാളെ തിരിച്ചങ്ങ് തല്ലാനും ആക്രമിക്കാനൊക്കെ ഉള്ളൊരു തൻ്റെടൊക്കെയാണ് അവിടെ രാധിക. അങ്ങനെ പിന്നെ ഇവരങ്ങ് ഭയങ്കരമായിട്ട് തല്ലുന്നതൊക്കെ ഉണ്ട്. ഈ സൂര്യൻ വരണ ആ വന്നിരിക്കുന്ന ഗുണ്ടകളെ നന്നായിട്ട് അങ്ങ് പെരുമാറുന്നുണ്ട്. അപ്പോൾ ഇവരെ നന്നായിട്ട് തല്ലി ഓടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ രാധിക ഈ ഗൗതമെ അങ്ങ് ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രാധിക ലോക്ക് ചെയ്ത് രാധിക ഈ ഗൗതമിൻ്റെ പിറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഗൗതം നേരെ അവൻ്റെ കൈ എടുത്തിട്ട് ഈ രാധികയുടെ കഴുത്തിന് അങ്ങ് പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൾക്ക് ആ കഴുത്തിന് പിടിച്ച പിടി എന്തായാലും വിടാൻ അവൾക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇവൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് പതറിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണെങ്കിൽ സൂര്യൻ വരുന്നു ആ ഗുണ്ടകളൊക്കെ തല്ലി ഓടിച്ചങ്ങ് വിടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വരുണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഈ രാധിക ഈ ഗൗതമിനെ അങ്ങ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അവളുടെ ആ കഴുത്തിന് പിടിച്ച് നിൽക്കുന്ന ആ ഒരു സീൻ ഇവൻ അപ്പോഴാണ് കാണുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവന് വേഗം ഓടിയിട്ട് രാധികയുടെ അടുത്ത് വന്നിട്ട് അവനെ അങ്ങ് രക്ഷിക്കുകയാണ്. എന്നിട്ട് ഇവനെ നല്ലതായിട്ട് തല്ലും അങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ അങ്ങ് തല്ലിക്കൊണ്ട് അങ്ങ് വീഴുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ആ ഗുണ്ടകളെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം വരന് നേരെ പോയിട്ട് ചെറിയച്ഛനെ അങ്ങ് തല്ലാനൊരുങ്ങാണ്. അപ്പോൾ ആ തല്ലാനൊരുങ്ങുന്ന സീന് അങ്ങ് സൂര്യ കാണുന്നുണ്ട്. അപ്പോൾ സൂര്യ പെട്ടെന്ന് തന്നെ ഒരു വരനേനെ അങ്ങ് വിളിക്കുകയാണ്. വരൻ നോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തല്ലല്ലേ എന്നങ്ങ് വിളിച്ച് പറയാണ്. അപ്പോൾ ആ ഒരു വിളി കേട്ടപ്പോൾ പിന്നെ സൂര്യനെ ആ ഒരു വാക്ക് കേൾക്കുന്ന ആ സമയത്ത് വരന് ആ ഒരു തല്ലങ്ങ് നിർത്തി വെക്കുകയാണ്. എന്നിട്ട് നേരെ ഈ ഗൗതമിനോടും ഈ ചെറിയച്ഛനോടും കൂടിയിട്ട് അവരോടങ്ങ് പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരോട് അവരുടെ ആ ഒരു റിവെഞ്ച് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സൂര്യൻ വരുണും ഈ രാധയും കൂടി അങ്ങ് നിന്നിട്ട് അപ്പോൾ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ നിന്ന് ഞങ്ങൾ ഈ കണിമംഗലം അതുപോലെ കണിമംഗലത്തിൻ്റെ ഈ കമ്പനി എല്ലാം ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആ ഒരു സമയത്ത് ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാം പൊരുതി ജയിച്ചത് തന്നെ തിരിച്ചു വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും. രാധിക നേരെ വന്നിട്ട് ചെറിയച്ഛനോട് സംസാരിക്കുകയാണ്. ചെറിയച്ഛനെ ഞാൻ ചെറിയച്ഛ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ നിങ്ങൾ പ്രായം കൊണ്ട് ഒരുപാട് മൂത്തതാണെങ്കിലും ഞാൻ നിങ്ങളെ അതുകൊണ്ടാണ് ബഹുമാനിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി നിങ്ങൾ ആ കണിമംഗലത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ്, അല്ലാതെ ഞങ്ങളെ ദൂഷ്യം കൊണ്ടല്ല. അപ്പം നിങ്ങളുടെ തെറ്റുകൊണ്ടാണ് നിങ്ങൾ പുറത്തായത്. അതിനും മറ്റുള്ളവരോട് പക വീട്ടാൻ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ഈ ഗൗതമിനോടും ഈ ചെറിയച്ഛനോടും കൂടി ഈ രാധിക അങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് രാധിക പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ പുറത്താക്കിയ സമയത്ത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, ഇനി ഞങ്ങൾക്ക് അതൊക്കെ പൊരുതി വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളെ പ്രതീക്ഷ. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ ഗുണ്ടകളെ വെച്ച് ഈ ചേട്ടനെയും അതുപോലെ തന്നെ വരുണിനെയും തല്ലിച്ചത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാധിക അതിന് മാപ്പില്ല എന്ന് പറഞ്ഞിട്ട് നേരെ തല്ലുന്നത് ചന്ദ്രശേഖരൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ടാണ് ഈ തല്ലുന്നതെങ്കിലും ഗൗതമിനെ അങ്ങ് തല്ലാണ്. ഗൗതമിൻ്റെ കാരണക്കുറ്റി നോക്കി ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ അടി കൊള്ളേണ്ടത് ഈ ചന്ദ്രശേഖരനാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവൾ ആ ഒരു തല്ലിയിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, ഇനി രണ്ടുപേരും പോയിക്കോളൂ, ഇനി നിങ്ങളുടെ വിചാരം ഞങ്ങളെങ്ങ് ഈ പുറത്താക്കിയെന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ ശക്തി എല്ലാം അങ്ങ് പോയി എന്നൊന്ന് വിചാരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട്, കണിമംഗലം പരമേശ്വരൻ്റെ മക്കളാണ്, ഞങ്ങൾക്ക് അത്ര തൻ്റെ അടൊന്നും പോയിട്ടില്ല, ഞങ്ങളുടെ ശക്തിയൊക്കെ പോയി എന്നൊന്നും വിചാരിക്കേണ്ട ഞങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊരു വാൺ ചെയ്തിട്ട് ഇവർ രണ്ടുപേരും അങ്ങ് പറഞ്ഞയക്കാണ്. അപ്പോൾ പിന്നെ എല്ലാം കിട്ടാത്തതൊക്കെ കിട്ടി എന്ന രീതിയിൽ ഈ ചന്ദ്രശേഖരന് ഗൗതമിനെയും പിടിച്ച് അങ്ങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ നമ്മുടെ യശോദ അങ്ങ് ഈ ദേവനെ ഇങ്ങനെ തിരഞ്ഞു നോക്കുന്നുണ്ട്, എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. അപ്പോൾ നേരെ പൂജാമുറി നോക്കുമ്പോൾ ഉണ്ടാകും അവിടെ പൂജാമുറിയിൽ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്നതിനടുത്തേക്ക് അങ്ങ് ഈ യശോദ പോയി ചെല്ലുകയാണ്. അപ്പോൾ ഈ ദേവൻ ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളെ പരീക്ഷിച്ചത് മതിയായില്ലേ, എൻ്റെ കുട്ടീനെ പരീക്ഷിച്ചത് നിങ്ങൾക്ക് മതിയായില്ലേ, അവളെ ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെടുത്തി, അവളുടെ ജീവിതം തന്നെ ഒരുപാട് പരീക്ഷണങ്ങളും ഒക്കെ ആയി നിറഞ്ഞു നിൽക്കുന്നൊരു ജീവിതമാണ് അവൾക്ക്. നിങ്ങൾ അവളെ ജീവിതം ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതൊന്നും മതിയാക്ക്, അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ദേവൻ അങ്ങ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളൊരു അകലെ ഒരു പച്ചപ്പ് അവൾക്ക് അങ്ങ് കാണിച്ചു കൊടുക്കും, പക്ഷേ അതിൻ്റെ അടുത്തേക്ക് അങ്ങ് പോയി നോക്കുന്ന സമയത്ത് ആ പച്ചപ്പ് നിങ്ങളങ്ങ് കരിയിച്ച് കളയും. എന്തിനാണ് ഇങ്ങനെ അവളെ ഇങ്ങനെ പരീക്ഷിച്ച് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ പൊട്ടിക്കരയുന്നുണ്ട്. എനിക്ക്
നല്ല പരാതിയുണ്ട്, ഈ കാര്യത്തിൽ എനിക്ക് നല്ല പരാതിയുണ്ട്, എൻ്റെ കുട്ടീൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ദേവൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് പൊട്ടി കരഞ്ഞാണ്ട് പിന്നെ യശോദനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് അങ്ങ് പോവാണ്. എന്നിട്ട് യശോദനോട് ഇങ്ങനെ ഓരോ സങ്കടങ്ങളൊക്കെ പറയാണ്, മകളുടെ ഈ ഒരു അവസ്ഥയുടെ ഒരു കാരണമൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ യശോദ പറയുന്നുണ്ട്, സാരല്ല നമുക്ക് മാർക്കൊന്ന് വിളിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ യശോദ ഫോൺ എടുത്തിട്ട് അങ്ങ് വിളിക്കുകയാണ്. ആ വിളിക്കുന്ന സമയത്ത് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ ഇങ്ങനെ ഈ യശോദ ദേവനോട് പറയുന്നൊക്കെ ഉണ്ട്. കണിമംഗലത്താണെങ്കിൽ അവസ്ഥ അതിലും വലിയ മോശമാണ്. അപ്പോൾ ഈ നമ്മുടെ മുത്തശ്ശിയുടെ മുറിയിൽ ഇരിക്കുകയാണ് ഈ പത്മിനി. അപ്പോൾ ഇവരിങ്ങനെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സൂര്യ നമ്മുടെ വരുണിനെ കണ്ടിട്ടുണ്ടാവോ എന്തോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അത്ഭുതപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാധികമോളുടെ ആ ഒരു ധൈര്യമാണ്. അത്രയും വരുണ് വരെ തളർന്നു പോയിരിക്കുന്ന അവസരത്തിൽ അവൾ തളർന്നിട്ടില്ല. അവളുടെ ഒരു ആത്മവിശ്വാസം കാണുമ്പോൾ തന്നെ എനിക്കൊരു എന്തൊരു എനർജി തോന്നുകയാണ് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അവളുടെ ആ ഒരു ആത്മവിശ്വാസം കണ്ടാൽ തന്നെ അത് തന്നെ മതി നമ്മുടെ വരുണിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വരുണിന് എന്തായാലും കൂട്ടായിട്ട് അവൾ എന്നും ഉണ്ടാകും, എല്ലാ പ്രശ്നത്തിലും അവൾ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ചെറിയൊരു ആശ്വാസം കൊള്ളുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഈ ഉർവശിയും കൽപ്പനയും കൂടി അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ഈ ഉർവശിയും കൽപ്പനയും വന്നിട്ട് ഈ ഉർവശി ചോദിക്കുന്നുണ്ട്, അല്ല ഏടത്തിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അസുഖം എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി അങ്ങ് റിപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ ഒരുപാട് അങ്ങ് അന്വേഷിച്ച് എവിടെയും കാണാനില്ല, അപ്പോൾ ഇവിടെ വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ഉർവശി പറയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്തിനാണ് ഇവളെങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ ഉർവശിയും കൽപ്പനയും കൂടി പറയാണ്, ഞങ്ങളെ ആ കീ ഇല്ലേ അലമാരയുടെ കീ, അത് ഞങ്ങൾ മുഴുവനായിട്ട് അന്വേഷിച്ച് എല്ലായിടത്തും അന്വേഷിച്ച് എവിടെയും കാണാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് എന്തിനാ കീ, അത് കാലാകാലങ്ങളായിട്ട് ഈ പത്മിനിയല്ലേ സൂക്ഷിക്കുന്നത്, പിന്നെ അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ കൽപ്പന അങ്ങ് പറയുന്നുണ്ട്, അവിടെയാണ് മുത്തശ്ശിക്ക് തെറ്റിയത്. ഇപ്പോൾ ഈ കണിമംഗലത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത് ചെറിയച്ഛന് കാരണമല്ല നമ്മുടെ കണിമംഗലം രക്ഷപ്പെട്ടത്. അപ്പം ഇപ്പോൾ ചെറിയച്ഛനാണ് ഇതിൻ്റെ അവകാശം. അപ്പോൾ അതിൻ്റെ അവകാശമാകുമ്പോൾ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് ആരാണ്, അത് നമ്മുടെ ചെറിയമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കീ മുഴുവനും ഈ ചെറിയമ്മയുടെ അടുത്താണ് കൊടുക്കേണ്ടത്. ചെറിയമ്മയാണ് ഇനി അധികാരം. അപ്പോൾ ചെറിയമ്മ അല്ല അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പന പറയുന്നത്. അപ്പോൾ ഉർവശിയും പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും പറയാൻ നിൽക്കുന്നത്, ഇനി ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം, ഇനി ഞാൻ തന്നെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്. കുറച്ചു കാലം പത്മിനി നോക്കി, കുറച്ചു കാലം നിങ്ങൾ രാധികയുടെ കയ്യിലും കൊടുത്തു, ഇനി എൻ്റെ കയ്യിലേക്ക് അങ്ങ് തന്നേക്ക് എന്നൊക്കെ ഇങ്ങനെ ഈ ഉർവശി അങ്ങ് പറയാണ്. അപ്പോൾ പിന്നെ ഈ പത്മിനി പറയുന്നുണ്ട്, തർക്കം വേണ്ട, ഞാൻ തന്നെ എടുത്തു തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉർവശി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ചാവി എടുത്ത് തന്നിട്ട് നേരെ എടുത്തി അടുക്കളയിലേക്ക് അങ്ങ് കയറിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അതെന്തിനാ അവൾ അടുക്കളയിലേക്ക് കയറുന്നത് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അല്ല അപ്പോൾ ഇവിടെ ആർക്കും ഭക്ഷണമൊന്നും കഴിക്കണ്ട, എല്ലാവരും പട്ടിണി എടുക്കാൻ നിൽക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പത്മിനി എന്തായാലും അടുക്കളയിലേക്ക് കയറുന്നില്ല, അവൾ ഇവിടെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഉർവശി അങ്ങ് പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ നമ്മളെന്താ പട്ടിണി കിടക്കണോ, പിന്നെ ഏടത്തി കഴിച്ച ഭക്ഷണം ഏട്ടൻ കഴിക്കുള്ളൂ, അപ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ, അതുകൊണ്ട് ഏടത്തി ഭക്ഷണം കഴിക്കുക തന്നെ വേണം, പിന്നെ ഉണ്ടാക്കുക തന്നെ വേണം. പക്ഷേ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾക്കും പട്ടിണി എടുക്കേണ്ടി വരില്ല, അതുകൊണ്ട് ഞങ്ങൾക്കും കൂടി കൂട്ടി അങ്ങ് ഉണ്ടാക്കിയേക്ക് എന്നൊക്കെ ഇങ്ങനെ ഈ ഉർവശി അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് തന്നെ കൽപ്പന അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളുടെ അവസരം മാറിയത്, നിങ്ങളുടെ സ്വഭാവം മാറിയത് ഇപ്പോൾ അല്ല കറക്റ്റ് മനസ്സിലാക്കിയത്, അവസരത്തിനനുസരിച്ചാണ് ഇപ്പം നിങ്ങളിങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും അതൊക്കെ ഇങ്ങനെ കൗനിക്കുന്നില്ല. അവർ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പവർ എന്ന് പറയുന്നത് ചന്ദ്രശേഖരനായതുകൊണ്ട് തന്നെ ഈ ഏടത്തേക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ള അധികാരം ഉണ്ട് എന്നൊക്കെയാണ് ഈ കൽപ്പനയും പറയുന്നത്. എന്നിട്ട് ഇവർ രണ്ടുപേരും അതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ പത്മിനിനോട് ഈ മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, അവർ പകരം വീട്ടാൻ നിൽക്കുകയാണ് എന്നൊക്കെ. അവൻ പത്മിനി പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ മക്കൾ പറഞ്ഞിരിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് അവർ അവസാനം നമ്മുടെ വീടും ഇതൊക്കെ തിരിച്ചു പിടിക്കുന്നല്ലേ, അതുവരെ നമുക്ക് ഇങ്ങനെ കഷ്ടപ്പാട് തന്നെ ആയിരിക്കും, അവരിനി നമ്മുടെ എല്ലാ കാര്യത്തിലും പകരം വീട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ എൻ്റെ മക്കൾ തിരിച്ചു വരുമ്പോൾ ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ടുള്ളൊരു വൃദ്ധമായിട്ട് കൂട്ടിക്കോളാം എന്നൊക്കെയാണ് പത്മിനി പറയുന്നത്. പിന്നെ നമ്മുടെ വരുണും രാധികയും ആ സൂര്യയും കൂടി അവിടെ റോഡരികിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇനി അടുത്ത വഴി എന്ത് എന്നുള്ള ചിന്തയിലാണ്. കാരണം ആകെ ഉണ്ടായിരുന്ന ആ ഒരു വഴിയായിരുന്നു ആ താലിമാല, അതങ്ങ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിനി പോകാനൊരു ഇടവില്ല, സഹായിക്കാനാണെങ്കിൽ ആരുമില്ല എന്നുള്ള മട്ടിൽ അവർ ആ റോഡ് സൈഡിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുൺ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും നീ എൻ്റെ എല്ലാ കഷ്ടപ്പാടിൻ്റെ ഇടയിലും ഈ രാധിക എൻ്റെ സപ്പോർട്ടായിട്ട് തന്നെ നിന്നിട്ടുണ്ട്, എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് രാധിക തന്നെയായിരുന്നു.
ഇനി എൻ്റെ ഊഴാണ്. ഇനി എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, ഞാനൊരാൾക്കൊന്ന് വിളിച്ചിട്ട് ഇപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ ഫോൺ എടുത്ത് അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഒരു സുഹൃത്തിനെ അങ്ങ് വിളിക്കുന്നത്. അപ്പം ഇവനിങ്ങനെ ഫോൺ ചെയ്തിട്ട് നേരെ അവൻ്റെ സുഹൃത്തിനെ അങ്ങ് കണക്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ സുഹൃത്താണെങ്കിൽ ഒരു കാറിൽ അങ്ങനെ അവൻ്റെ വൈഫിനെയും കൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്താണ് വരുണ് വിളിക്കുന്നത്. അപ്പോൾ ഇവൻ ഫോൺ എടുത്തിട്ട് വരുണേ എന്താ വർത്താനം എന്നൊക്കെ അങ്ങനെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണം, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ ഇവൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സുഹൃത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ പ്രത്യേകിച്ച് കാര്യം എന്താണെന്നൊക്കെ ഇങ്ങനെ ഇവൻ ചോദിക്കുമ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നേരിട്ട് വന്നിട്ട് പറയാം, അതൊരു വലിയൊരു കഥയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവനോട് പറയാണ്. അവൻ പറയുന്നുണ്ട്, നീ എന്തായാലും കാര്യം പറയാം, എന്താ സംഭവം എന്നൊക്കെ അങ്ങനെ പറയാണ്. അവൻ വരുണ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവൻ്റെ സുഹൃത്ത്, നിനക്ക് പ്രശ്നമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അതൊരു തമാശയായിട്ട് എടുക്കുന്നത്. അപ്പം വരുണ് പറയുന്നുണ്ട്, കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണ്, നീ എന്തായാലും നേരിട്ട് വാ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇവൻ്റെ സുഹൃത്ത്, നീ നിൻ്റെ ലൊക്കേഷൻ പറ, ഞാൻ അങ്ങോട്ട് വരാം, കാരണം നീ എന്നെ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നൊക്കെ സഹായിച്ചിട്ടുള്ള ഒരാളാണ്, എൻ്റെ എല്ലാ പ്രശ്നങ്ങളൊക്കെ നീയാണ് പരിഹരിച്ചത്, അതുകൊണ്ട് നിനക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ എന്തായാലും കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അങ്ങ് ഒരു ഉറപ്പ് കൊടുക്കണം. അപ്പോൾ പിന്നെ വരുണിന് അങ്ങ് ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്, ഇവനെങ്കിലൊക്കെ ഒന്ന് സഹായിക്കാൻ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇവൻ അങ്ങ് ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നേരെ സൂര്യയുടെ അടുത്തേക്ക് അങ്ങ് പറയുന്നുണ്ട്, സൂര്യ, ഞാൻ വിളിച്ചത് എൻ്റെ സുഹൃത്തില്ല തേജസ്, അവനും വേണ്ടിയിട്ടായിരുന്നു, അവന് എന്തായാലും നമ്മൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ എന്തായാലും സഹായിക്കും, ഞാൻ അവനെ ഒരുപാട് സഹായിച്ചതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സൂര്യ പറയുന്നുണ്ട്, ശരിയാണ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നമ്മൾ ഏതെങ്കിലും ഒരു കഷ്ടപ്പാടിലൊക്കെ നമ്മൾ സഹായിക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മളെ സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആശ്വാസം കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും എപ്പിസോഡ് എന്തായാലും അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഇവർ അങ്ങ് തെരുവിലൂടെ അങ്ങ് നടക്കുന്നത് നിരാശരായിട്ട് അങ്ങ് ഇരിക്കുന്നതും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സുഹൃത്തിനോട് ഇവർ നേരിട്ട് അങ്ങ് സംസാരിക്കുകയാണ്. പക്ഷേ ഈ സുഹൃത്തിനോട് വരെ ചോദിച്ചിരിക്കുന്നത് അവരുടെ ഒരു ഫ്ലാറ്റിലെ ഒരു റൂം തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം ഇവരുടെ സുഹൃത്ത് പറയുന്നുണ്ട്, അത് പിന്നെ ഈ ഫ്ലാറ്റൊക്കെ എൻ്റെ അച്ഛൻ്റെ പേരിലാണ്, അച്ഛനാണെങ്കിൽ അത് വേറൊരാൾക്ക് കൊടുക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ ഈ സുഹൃത്തായിട്ടുള്ള തേജസ് അവനെ മെല്ലെ കൈ ഒഴിയുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ രാധിക ഈ തേജസ്സിനോട് ചോദിക്കുന്നുണ്ട്, അവൻ്റെ വൈഫിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ വൈഫ് ഈ ഒരു കാര്യത്തിൽ എതിർത്ത് ഇന്ന് ഇവരെ സഹായിക്കാനുള്ള വിസമ്മതം കൊടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇവൻ്റെ വൈഫ് ഈ വരുണ് കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ ആ ഒരു മുഖത്ത് തന്നെ ഒരു പുച്ഛഭാവമൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ്റെ വൈഫ് കാരണം അവർക്ക് ആ ഒരു അവസരം കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവരങ്ങനെ തെരുവിലിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. അപ്പം ദേവനാണെങ്കിൽ ആ തെരുവിലൂടെ അങ്ങ് അലഞ്ഞ് നടക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും അങ്ങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഫുൾ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ഇവർക്ക് എന്ത് സഹായമാണ്, ആരുടെ സഹായമാണ് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ. അപ്പോൾ ഓക്കെ, ബൈ ആൾ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു.